ഞാൻ നിങ്ങളുടെ ജിൻസൺ ജേക്കബ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യൻ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മൾ കണ്ടു. അതായത് ഇന്ത്യയുടെ ട്രേഡ് പാർട്ട്നേഴ്സ് എന്ന് പറയപ്പെടുന്നത് ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ, അമേരിക്ക മുതലായുള്ള രാജ്യങ്ങളാണ്. നമ്മൾ സാധനങ്ങൾ കൂടുതലും കയറ്റുമതി ചെയ്യുന്ന ആ രാജ്യങ്ങളിലേക്കാണ്. റഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇറക്കുമതി രാജ്യമാണ്. റഷ്യയിൽ നിന്ന് ആയുധങ്ങളും എണ്ണയും ഒക്കെ നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അധികം കയറ്റുമതി അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് നമ്മൾ സൗഹൃദത്തിൽ വരികയും മറ്റ് രാജ്യങ്ങളെ വെറുപ്പിക്കുകയും ചെയ്യുന്നത് സാമ്പത്തികമായിട്ട് ഇന്ത്യക്ക് തിരിച്ചടി നൽകുകയില്ലേ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലരും ചോദിക്കുന്നുണ്ട്. ഇതിന് നല്ല വ്യക്തമായ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയപ്പെടുന്നത് ചൈനയും അതുപോലെ തന്നെ പാകിസ്ഥാനുമാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ശത്രുതയാണ് നമുക്ക് നിലനിൽക്കുന്നത്. ഇവർ ഏത് നിമിഷവും ഒരു ജോയിൻ്റ് ആയിട്ടുള്ളൊരു ആക്രമണം ഇന്ത്യക്കെതിരെ അഴിച്ചുവിടാമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഈ പാകിസ്ഥാനെ ഒരു ശിഖണ്ഡിയായിട്ട് മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു മറയാക്കിക്കൊണ്ട് ചൈന ഒരു നിഴൽയുദ്ധം നടത്തുന്നുണ്ട്. ചൈന മാത്രമല്ല, മുസ്ലിം രാജ്യങ്ങൾ മൊത്തം, അതായത് തുർക്കി പോലുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ വളർച്ചയിൽ അസൂയ പൂണ്ടിട്ടുള്ള പല രാജ്യങ്ങളും അങ്ങനെയുള്ള ചില നിലപാടുകളെല്ലാം സ്വീകരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പിന്നെ നമുക്കെന്താ ചെയ്യേണ്ടത്? നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള ആയുധങ്ങൾ വേണം. ആയുധങ്ങളുടെ ധാരാളമായ ഷോർട്ടേജ് നമുക്കുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ആയുധങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള സാങ്കേതികവിദ്യ ഇനിയും ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമുക്ക് ഒരു പാർട്ട്ണറെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് തരാൻ സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു പാർട്ട്ണർ എന്ന് പറയപ്പെടുന്നത് റഷ്യ തന്നെയാണ്. രണ്ടാമത് മാത്രമേ ഇസ്രായേൽ വരുള്ളൂ. കാരണം ഇസ്രായേൽ വൻ വിമാനങ്ങളോ അങ്ങനെ യുദ്ധവിമാനങ്ങൾ, എയർക്രാഫ്റ്റുകൾ 5ാം തലമുറയൊന്നും നിർമ്മിക്കുന്നില്ല. അപ്പം നമുക്ക് 5ാം തലമുറ യുദ്ധവിമാനം വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ റഷ്യ ആശ്രയിക്കാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അമേരിക്ക നിർമ്മിച്ച് നൽകുന്ന ആയുധങ്ങളൊക്കെ നമുക്കറിയാം. കില്ലർ സ്വിച്ചുകൾ, ഇപ്പോൾ തേജസ് തന്നെ അവിടെ തകർന്നു വീണു. ചിലപ്പം അതിൻ്റെ അകത്ത് കില്ലർ സ്വിച്ച് വെച്ചിട്ടില്ല എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. കാരണം അമേരിക്കൻ സാങ്കേതികവിദ്യയാണ്. 60% അമേരിക്കൻ ഉപകരണങ്ങളാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ കില്ലർ സ്വിച്ചുകൾ എന്ന് പറയപ്പെടുന്നത് ഒരു നിർണായക യുദ്ധത്തിൽ ആ വിമാനത്തെ തകർത്ത് കളയാനായിട്ട് സാധിക്കും ആ കില്ലർ സ്വിച്ചുകൾ വെച്ച്. അപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എന്ന് പറയപ്പെടുന്നത് റഷ്യ മാത്രമാണ്. അപ്പോൾ റഷ്യയുടെ സഹായങ്ങളും സാങ്കേതിക സഹായങ്ങളും നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറുമ്പോൾ അതിനെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വിധത്തിലുള്ള ഒരു ആക്രമണമല്ല നമുക്കുണ്ടാകുന്നത്. നമ്മളെ അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് തടയുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചു കിട്ടാൻ പറ്റത്തില്ല. 3ാമത്തെ സാമ്പത്തിക ശക്തി ആയി കഴിഞ്ഞാൽ പിടിച്ചു കിട്ടാൻ പറ്റത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന രണ്ട് രാജ്യങ്ങളൊന്നും അമേരിക്കയും ഒന്ന് ചൈനയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ രഹസ്യാന്വേഷണ സംഘടനകൾ വെറുതെ ഇരിക്കില്ലെന്ന് യാതൊരു മനസ്സിലാക്കി.